ഹലോ ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ KTU 2024 സ്കീം S1 നമുക്ക് വരുന്ന ഇൻട്രൊഡക്ഷൻ ടു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ് എന്നുള്ള സബ്ജക്റ്റിൻ്റെ സിലബസ് ഡിസ്കഷൻ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്നത് ജനറൽ ഇൻട്രൊഡക്ഷൻ ടു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അതിൽ നമ്മൾ തെർമോഡൈനാമിക്സ് നമ്മൾ കുറച്ച് പഠിച്ചിട്ടില്ലേ? അതിൽ തെർമോഡൈനാമിക് സൈക്കിൾസ് കുറച്ചുണ്ട്. കാർനോട്ട് സൈക്കിൾ, ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ, അതിൻ്റെ എഫിഷ്യൻസി ഡിറൈവ് ചെയ്യുന്ന പ്രോബ്ലംസ് അതൊക്കെ നമുക്ക് വരും. ഓക്കെ, ഇനി ഡീസൽ സൈക്കിളിൽ ഡെറിവേഷൻ ഇല്ല, എഫിഷ്യൻസി ആൻഡ് പ്രോബ്ലംസ് ഒന്നും ഇല്ല. പക്ഷേ നമുക്ക് എന്താണ് കാർനോട്ട് സൈക്കിളിൻ്റെ ഡെറിവേഷൻ ഓഫ് എഫിഷ്യൻസി, അതിൻ്റെ പ്രോബ്ലംസ് ഓൺ എഫിഷ്യൻസി ഒക്കെ വരും. ഓക്കെ, ഇനി അടുത്തത് IC എഞ്ചിൻ. IC എന്നും എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ. അതിനകത്ത് CI ആൻഡ് SI എഞ്ചിൻ, അതായത് കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിനും സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിനും. ഓക്കെ, അതിനെ പറ്റിയിട്ട് പഠിക്കണം. പിന്നെ വർക്കിംഗ് ഓഫ് 2 സ്ട്രോക്ക് ആൻഡ് 4 സ്ട്രോക്ക് എഞ്ചിൻ, 2 സ്ട്രോക്കുള്ള എഞ്ചിൻസ്, 4 സ്ട്രോക്കുള്ള എഞ്ചിൻസ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്. ലിസ്റ്റിംഗ് ദ പാർട്സ് ഓഫ് IC എഞ്ചിൻ, IC എഞ്ചിൻ്റെ പാർട്സ്. പിന്നെ അടുത്തത് നമുക്ക് കൺസെപ്റ്റ് മാത്രം പഠിക്കണം. എന്താ? CRDA MPFA. CRDA എന്ന് പറഞ്ഞാൽ കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ. MPFA എന്ന് പറഞ്ഞാൽ എന്താ? മൾട്ടി പോയിന്റ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ. ഇതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിക്കണം. ഹൈബ്രിഡ് എഞ്ചിൻസ് ഇതൊക്കെ പഠിക്കണം. ഇനി അടുത്തത് റെഫ്രിജറേഷൻ. റെഫ്രിജറേഷനകത്ത് നമുക്ക് യൂണിറ്റ് ഓഫ് റെഫ്രിജറേഷൻ, പിന്നെ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ, COP കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ്. അടുത്തത് വേപ്പർ കംപ്രഷൻ സൈക്കിൾ, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ മതി, പ്രോബ്ലംസ് ഇല്ല. പിന്നെ ഡെഫിനിഷൻ ഓഫ് ഡ്രൈ ആൻഡ് വെറ്റ് ആൻഡ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചേഴ്സ്. ഓക്കെ, പിന്നെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ആൻഡ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, ഇതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ സൈക്കോമെട്രിക് ചാർട്ട്, കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ, ലേഔട്ട് ഓഫ് സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ മോഡ്യൂളിൽ നിന്ന് വരുന്നത്. അറൌണ്ട് 9 hours ആയിരിക്കും നമുക്ക് ഇതിൻ്റെ ക്ലാസ് ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് സെക്കൻഡ് മോഡ്യൂളിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് പമ്പ്സ് ആണ് തുടങ്ങുന്നത്. ഓക്കെ, നമുക്ക് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് വർക്കിംഗ് വിത്ത് സ്കെച്ചസ് ഓഫ് റെസിപ്രൊക്കേറ്റിംഗ് പമ്പ്, സെൻട്രിഫ്യൂഗൽ പമ്പ്. ഓക്കെ, പിന്നെ ടർബൈൻസ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, കപ്ലാൻ അങ്ങനെ പറഞ്ഞിട്ട് ഫ്രാൻസിസ്, അങ്ങനെ 3-4 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട് ടർബൈൻസിന്. അതിനെ പറ്റിയിട്ട് പഠിക്കണം. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗിയേഴ്സിനെ പറ്റി പഠിക്കണം, അതിൻ്റെ ആപ്ലിക്കേഷനെ പറ്റിയിട്ട് പഠിക്കണം. ഓക്കെ, സ്പർ, ഹെലിക്കൽ, ബിവൽ, വേം ആൻഡ് വേം ഹീൽ, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗിയേഴ്സിനെ പറ്റിയിട്ടും അതിൻ്റെ ആപ്ലിക്കേഷനെ പറ്റിയിട്ടും പഠിക്കണം. പിന്നെന്താ? ലിസ്റ്റ് ടൈപ്പ് ഓഫ് ക്ലച്ചസ് ആൻഡ് ദിയർ യൂസ്, ക്ലച്ചസിൻ്റെയും അതിൻ്റെ ടൈപ്സും അതിൻ്റെ യൂസും ഒക്കെ പഠിക്കണം. പിന്നെ ബിയറിംഗ് ആൻഡ് ദിയർ ക്ലാസിഫിക്കേഷൻ, ജേർണൽ ബിയറിംഗ്, ബോൾ ബിയറിംഗ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അടുത്തത് നമ്മൾ മാനുഫാക്ചറിങ് പ്രോസസ്സാണ് പഠിക്കുന്നത്. സാൻഡ് കാസ്റ്റിംഗ്, ഫോർജിങ്, റോളിംഗ്, എക്സ്ട്രൂഷൻ, പിന്നെ മെറ്റൽ ജോയിനിങ് പ്രോസസ്സിനെ പറ്റിയിട്ട് പഠിക്കും. പിന്നെ നമ്മൾ വെൽഡിങ്, ടൈപ്സ് ഓഫ് വെൽഡിങ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വിത്ത് സ്കെച്ചസ് ഓഫ് ആർക്ക് വെൽഡിങ്. പിന്നെ SMAW എന്ന് പറഞ്ഞാൽ ഷീൽഡിംഗ് മെറ്റൽ ആർക്ക് വെൽഡിങ്, അതിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ സോൾഡറിങ്, പിന്നെ ബ്രേസിങ് ആൻഡ് ദിയർ ആപ്ലിക്കേഷൻ, ഇത്രയൊക്കെ പഠിക്കണം. ഓക്കെ, ഇനി അടുത്തത് മെഷീനിങ് പ്രോസസ്സാണ്. അതിനകത്ത് എന്തൊക്കെയുള്ളത്? ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഓപ്പറേഷൻ ഓഫ് പെർഫോംഡ് ഓൺ ലാത്ത്. ഓക്കെ, നമ്മൾ എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് ലാത്ത് എന്നുള്ള മെഷീനിൽ ചെയ്യുന്നത്. പിന്നെ ഡ്രില്ലിംഗ് മെഷീൻസ്, മില്ലിംഗ് മെഷീന്, CNC മെഷീൻ, അതായത് കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻസ്, 3D പ്രിന്റിംഗ്, ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയാണ് നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ നിന്ന് തേർഡ് മോഡ്യൂൾ, ഫോർത്ത് മോഡ്യൂൾ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, ഇതിൽ നമുക്ക് ജനറൽ ഇൻട്രൊഡക്ഷൻ ടു സിവിൽ എഞ്ചിനീയറിംഗ്, അതാണ് ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ ടോപ്പിക്കാണ്. അതിൽ നമുക്ക് എന്താ റെലവൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ഇൻ ഓവറോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഓഫ് കൺട്രി. അപ്പോൾ അതൊരു ജനറൽ ടോപ്പിക്കാണ്. പിന്നെ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ടു മേജർ ഡിസിപ്ലിൻസ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, അതായത് സിവിൽ എഞ്ചിനീയറിംഗിൽ വരുന്ന മേജർ ഡിസിപ്ലിൻസ് ഏതൊക്കെയാണ്, നിങ്ങൾ നെക്സ്റ്റ് ഇയറിൽ പഠിക്കുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെ, നെക്സ്റ്റ് സെമസ്റ്ററുകളിൽ. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പഠിക്കാനുണ്ട് നിങ്ങൾക്ക്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്, വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്, എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്, ഇങ്ങനെ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ വേറെ ബ്രാഞ്ചസുകളെ പറ്റിയിട്ട് അതിൽ വരുന്ന നിങ്ങൾക്ക് ഇനി പഠിക്കാനുള്ള ഒരു ഓരോരോ സബ്ജക്റ്റുകളെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ. പിന്നെ അത് കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു ബിൽഡിംഗ് പഠിക്കാനുള്ളത്, അതായത് ടൈപ്സ് ഓഫ് ബിൽഡിംഗ്, ഏതൊക്കെ ടൈപ്സ് ഓഫ് ബിൽഡിംഗ് ഉള്ളത് അക്കോർഡിംഗ് ടു ക്യാരക്ടർ ഓഫ് ഒക്യുപ്പൻസി ആസ് പെർ NBC, നാഷണൽ ബിൽഡിംഗ് കോഡ് അനുസരിച്ചിട്ട് ABCD എന്ന് പറഞ്ഞുകൊണ്ട് എഡ്യൂക്കേഷണൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ, അങ്ങനെ പറഞ്ഞുകൊണ്ട് കൊമേഴ്ഷ്യൽ, അങ്ങനെ ഓരോ ബിൽഡിങ്ങിനും ഓരോരോ ടൈപ്പ്, അതായത് പേര് കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പ് A ബിൽഡിംഗ്, ഗ്രൂപ്പ് B ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഏത് ടൈപ്പ് ബിൽഡിംഗ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതാണ് ആദ്യം പഠിക്കാനുള്ളത്. പിന്നെ അടുത്തത് ലോഡ് ബിയറിംഗ് ആൻഡ് നോൺ ലോഡ് ബിയറിംഗ് ബിൽഡിംഗ് സ്ട്രക്ചർ, അതായത് ബിൽഡിംഗ് സ്ട്രക്ചറുകളിൽ വരുന്ന ലോഡ് ബിയറിംഗ് കമ്പോണൻസ് അല്ലെങ്കിൽ നോൺ ലോഡ് ബിയറിംഗ് കമ്പോണൻസ്,
അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ് ലോഡ് ബിയറിംഗ് സ്ട്രക്ചറുകൾ എന്നൊക്കെ പഠിക്കാം. ഇനി അടുത്തത് കമ്പോണൻസ് ഓഫ് എ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആൻഡ് ദിയർ ഫംഗ്ഷൻ. ഇപ്പോൾ റെസിഡൻഷ്യൽ ബിൽഡിംഗ് വരുമ്പം അതിന് എന്തൊക്കെ കമ്പോണൻസ് കാണും? നമുക്ക് മേളിൽ റൂഫ് കാണും, പിന്നെ വോള് കാണും, പിന്നെ വേറെ വിൻഡോ കാണും, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ കാണും, ഫ്ലോറിങ്സ് കാണും, പെയിൻറ്റിങ് കാണും. അപ്പോൾ അതിൻ്റെ കമ്പോണൻസ്, അതിൻ്റെ ഫംഗ്ഷൻസ് മാത്രം, അതിൻ്റെ കൺസെപ്റ്റ് ഒക്കെ പഠിക്കാനുള്ളൂ. പിന്നെ നമ്മൾ ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് ഒരു സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് പഠിക്കണം. പിന്നെ അടുത്തത് ബിൽഡിംഗ് ഏരിയ ഡെഫിനിഷൻ. അതായത് ഒരു ബിൽഡിംഗ് ഏരിയ നമ്മളിപ്പോൾ ഒരു പ്ലാൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ കാണാം ബിൽറ്റപ്പ് ഏരിയ, പ്ലിന്ത് ഏരിയ, ഫ്ലോർ ഏരിയ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാണാം. നമ്മളൊരു ബിൽഡിങ്ങിനെ പെർമിറ്റ് എടുക്കാൻ പോവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ അതിൻ്റെ പേരൊക്കെ മാത്രം. ഇനി കാർപ്പറ്റ് ഏരിയ, ഫ്ലോർ ഏരിയ ഓഫ് ബിൽഡിംഗ് ആസ് പെർ KBR. KBR എന്ന് പറഞ്ഞാൽ കേരള ബിൽഡിംഗ് റൂൾ എന്നാണ്. ഇനി അടുത്തത് ബിൽഡിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ബിൽഡിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുമ്പോൾ KBRും നാഷണൽ ബിൽഡിംഗ് കോഡും ഒക്കെ അനുസരിച്ചിട്ട് ഓരോരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. പിന്നെ കോസ്റ്റൽ റെഗുലേഷൻ സോൺസ് ഉണ്ട്. അതായത് കോസ്റ്റൽ റെഗുലേഷൻ സോൺ 1, 2, 3 എന്നുണ്ട്. അപ്പോൾ അതിൽ 1ൽ ഇന്ന കൺസ്ട്രക്ഷൻസേ പറ്റത്തുള്ളൂ, 2ൽ ഏതൊക്കെ കൺസ്ട്രക്ഷൻ പറ്റും, 3ൽ ഏതൊക്കെ കൺസ്ട്രക്ഷൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ CRZ നോംസിൽ നമുക്ക് പഠിക്കണം. ഓക്കെ, ഇനി അടുത്തൊരു മോഡ്യൂള്, 4th മോഡ്യൂളിൽ നമുക്ക് വരുന്നത് ബ്രിക്ക്, സ്റ്റോണ്, സാൻഡ് ഇവനെ പറ്റിയിട്ടാണ് പഠിക്കണം. ബ്രിക്കും സ്റ്റോണും സാൻഡും ഒക്കെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്. പിന്നെ സിമെൻറ്റ്, ടിമ്പർ, പിന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, പിന്നെ ക്വാളിറ്റി, ഓരോന്നിനും എങ്ങനെയുള്ള ക്വാളിറ്റി മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യണം, പിന്നെ ഇതിൻ്റെയൊക്കെ ക്വാളിറ്റിക്ക് വേണ്ടി നടത്തുന്ന ടെസ്റ്റുകൾ, പിന്നെ ഓരോരോ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിൻ്റെ യൂസസ്, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ നമ്മുടെ മേജറായിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ മെറ്റീരിയലാണ് സിമെൻറ്റ് കോൺക്രീറ്റ് അല്ലേ. അപ്പോൾ സിമെൻറ്റ് കോൺക്രീറ്റിൽ എന്തൊക്കെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്, ആ കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്, അതിനെ എങ്ങനെയൊക്കെയാണ് ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കണം. ഇനി അതുപോലെ തന്നെ ടെസ്റ്റ് ഓൺ ഫ്രഷ് ആൻഡ് ഹാർഡൻഡ് കോൺക്രീറ്റ്. അതായത് ഫ്രഷ് കോൺക്രീറ്റ് അതിലും ചെയ്യുന്ന ടെസ്റ്റുകൾ, ഹാർഡൻഡ് കോൺക്രീറ്റിൽ ചെയ്യുന്ന ടെസ്റ്റുകൾ. ഓക്കെ, ഈ ടെസ്റ്റൊക്കെ IS കോഡ് പ്രകാരമുള്ളതാണ്. സ്ലം ടെസ്റ്റ്, ക്യൂബ് ടെസ്റ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകളുണ്ട്. സ്ലം ടെസ്റ്റ് എന്ന് പറയുമ്പോൾ സ്ലംബ് കോണൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ടെസ്റ്റ്. ആ ടെസ്റ്റിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. തിയറി ആയിരിക്കും ഇതൊക്കെ കേട്ടോ. പിന്നെ ക്യൂബ് കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ്. അതായത് നമ്മൾ കോൺക്രീറ്റ് വെച്ചിട്ട് ക്യൂബ് കാസ്റ്റ് ചെയ്യും. ക്യൂബ് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ 3 ഡേയ്സിലും 7 ഡേയ്സിലും 27 ഡേയ്സിലും ഒക്കെ നമ്മൾ അതിനെ എന്ത് ചെയ്യും, ടെസ്റ്റ് 28 ഡേയ്സിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യും. അതാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി സ്റ്റീലിലാകുമ്പോൾ സ്ട്രക്ചറൽ സ്റ്റീല്, സെക്ഷൻ ആൻഡ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ്, ടൈപ്സ് ആൻഡ് യൂസസ്. നമ്മളിപ്പം നമ്മുടെ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്ന സ്ട്രക്ചറൽ സ്റ്റീലിനെ തന്നെ നമുക്ക് 3-4 ക്ലാസിഫൈ ചെയ്യാം. FE 250, FE 250, FE 500, FE 415 അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഓക്കെ, നമ്മൾ അവൻ്റെ ഈൽഡ് സ്ട്രെങ്ത് അനുസരിച്ച് അവനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം എന്താ TMD, നമ്മളിപ്പം ഈ സ്റ്റീലിൻ്റെ പരസ്യമൊക്കെ കാണുമ്പോൾ കാണത്തില്ലേ, TMD ബാർ, HYSD ബാർ, മൈൽഡ് സ്റ്റീൽ ബാർ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ. അതായതാണ് സ്റ്റീലിൻ്റെ ക്ലാസിഫിക്കേഷൻ. അതിനെ പറ്റിയിട്ട് പഠിക്കണം. പിന്നെ സോയിലിനെ പറ്റിയിട്ട് ഒറിജിന്, സോയിൽ എങ്ങനെ വെതർ ചെയ്തുണ്ടായത്, ടൈപ്സ് ഓഫ് വെതറിങ്, ഇത്ര കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇത് പഠിക്കാനുള്ളത്. ഇത് നിങ്ങൾ ജിയോ ടെക്നിക്കൽ എന്ന് പറഞ്ഞിട്ട് ഇതിൽ അടുത്തൊരു സെമിസ്റ്ററിൽ നിങ്ങൾക്ക് തുടങ്ങുമ്പോൾ ജിയോ ടെക്നിക്കൽ 1ൽ നിങ്ങളിത് പിന്നെയും പഠിക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഒന്ന് ബേസ് ആണ്, ഒരു ഇൻട്രൊഡക്ഷൻ പോലുള്ള ടോപ്പിക്സ് ആണ് സിവിലിലും വരുന്നത്. മോറോർലെസ് ഇതൊരു തിയറി സബ്ജക്റ്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ റെഫർ ചെയ്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം നല്ല മാർക്ക് ഇതിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ സിലബസ് വരുന്നത്. നമ്മൾ KTU BTech 2024 സ്കീമിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ മെക്കാനിക്കൽ ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ഈ ടോപ്പിക്കിൽ ഗ്രൂപ്പ് C സെക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ലെക്ചേഴ്സും നോട്ട്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, മോക്ക് ടെസ്റ്റ് ഇതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻഡിവിജ്വൽ കോഴ്സസ് നമ്മൾ ലേണിനോട് ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 2 നമ്പറിലോട്ട് വിളിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.